പോലെ ആമ പുഴക്കരികിൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ അവിടേക്ക് മുയലച്ചൻ കടന്നു വന്നു. മുയലച്ചനും ആമയും അവരുടെ പഴയ കഥകൾ പറഞ്ഞുകൊണ്ട് കുറേയധികം ചിരിച്ചു. നമുക്ക് നമ്മുടെ പഴയ ഓട്ടമത്സരം ഒന്നും കൂടി നടത്തിയാലോ എന്ന് മുയലച്ചൻ ആമയോട് ചോദിച്ചു. ഇനി അത് വേണോ? എങ്ങനെ നടത്തിയാലും ഞാൻ തന്നെ ജയിക്കുമെന്ന് ആമ പരിഹാസത്തോടുകൂടി മുയലിനോട് പറഞ്ഞു. അങ്ങനെ അവർ നടന്നു പോകുന്ന വഴിയിൽ ആനയെ കണ്ടുമുട്ടി. അല്ല, എങ്ങോട്ടാ രണ്ടുപേരും നടന്നു പോകുന്നതെന്ന് ആന ചോദിച്ചു. ഞങ്ങൾ ഞങ്ങളുടെ പഴയ ആ ഓട്ടമത്സരം ഒന്നുകൂടെ നടത്തിയാലോ എന്ന് ആലോചിക്കുകയാണ്. എന്താണ് നിന്റെ അഭിപ്രായം? അത് സംഗതി കിടുക്കും എന്ന് ആന അഭിപ്രായം പറഞ്ഞു. അപ്പോൾ മരത്തിൻ്റെ മുകളിൽ നിന്ന് നമ്മുടെ കുരങ്ങച്ചാറും ഏറ്റുകൊണ്ട് പറഞ്ഞു, അത് പൊളിക്കും. അങ്ങനെ അവർ 4 പേരും കൂടെ ഓട്ടമത്സര സ്ഥലത്തേക്ക് കുതിച്ചു. ഈ വാർത്ത അറിഞ്ഞ സിംഹം പുലിയോട് പറഞ്ഞു, ഇതൊരു ഗംഭീര മത്സരമായി തീരും. അങ്ങനെ മത്സരം തുടങ്ങാറായി. 2 പേരും ഒന്നിനൊന്ന് മെച്ചമായി ഓടാൻ തുടങ്ങി. ഓടി ഓടി ക്ഷീണിച്ചപ്പോൾ മുയൽ പതിവ് പോലെ കിടന്നുറങ്ങി. അങ്ങനെ ഓടി ഓടി അവസാനം ആമ വിജയിച്ചു. പെട്ടെന്ന് മുയൽ ഉറക്കത്തിൽ നിന്ന് ഉണർന്നു. ഇത് സ്വപ്നമായിരുന്നോ എന്ന ആശ്ചര്യത്തോടുകൂടെ മുയൽ വീണ്ടും കുതിച്ചോടാൻ തുടങ്ങി. അങ്ങനെ ഓടി ഓടി അവസാനം മുയൽ ആമയ്ക്കു മുന്നിലെത്തി. അങ്ങനെ ചരിത്രം തിരുത്തിക്കൊണ്ട് കഥയിൽ ഒരു വഴിത്തിരിവായി മുയൽ ഈ മത്സരത്തിൽ വിജയിച്ചു. ആമ മുയലിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഇപ്പോഴാടാ എനിക്ക് സന്തോഷമായതെന്ന്. അപ്പോൾ മുയൽ ചോദിച്ചു, എടാ നിനക്ക് സങ്കടമായോ? ആമ മുയലിനോട് പറഞ്ഞു, എടാ നീ ജയിച്ചാലും ഞാൻ ജയിച്ചാലും അത് നമ്മുടെ വിജയമല്ലേ. ഈ കഥയിലെ ഗുണപാഠം എന്തെന്ന് വെച്ചാൽ സുഹൃത്തുക്കളുടെ വിജയം ആഘോഷിക്കുന്നവനാണ് യഥാർത്ഥ സുഹൃത്ത്.